ഈ സ്റ്റെം എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ പ്രാധാന്യത്തോടെ പറയുകയും അതിൽ തന്നെ സ്ത്രീകൾ സ്റ്റെമിലേക്ക് കടന്നു വരിക, സ്റ്റെം കോഴ്സുകൾ പഠിക്കുക, സ്ഥാപനങ്ങൾ സ്റ്റെം കോഴ്സ് തുടങ്ങുക എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വളരെ ഈ ഒരു വിഷയത്തിൽ ചിന്തിക്കുകയും നമ്മൾ റൂസ പ്രോജക്റ്റിൽ ഇതിനു വേണ്ട പ്രപ്പോസലുകൾ വയ്ക്കുകയും അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാലങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മളോടൊപ്പം നിൽക്കാൻ നമുക്കായി ഒരുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തികൾ, അതിൽ നിന്ന് ലാസ്റ്റ് ഇന്ന് ഈ സമയം നമ്മുടെ സജീവ് ജോസഫ് സാറും അതിന്റെ ഭാഗമായിരിക്കണം. അങ്ങനെ ആ 7-ാം തീയതി വരുന്ന ഒരു ചർച്ചകളിൽ 2-ാം തീയതി സംസാരിക്കുമ്പോൾ സാറിന്റെ ഭാഗമാകാൻ സമ്മതിക്കുന്നു. അത് ഇന്ന് സാറ് വന്നിട്ട് കേൾക്കുമെന്ന് ചോദിക്കുന്നത് എന്താ ഇവിടെ പരിപാടി, അങ്ങനെ പോലും കൃത്യമായി പറഞ്ഞപ്പോഴേ സാർ അതിലേക്ക് വന്നു എന്നത് ഞാൻ ഇതിനെ കണ്ടിന്യൂവേഷൻ ഇതിനൊരു എന്താണ് വേണമല്ലോ ഒരു ധൈര്യം കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആകസ്മികമായി നമ്മളോട് കൂടി ചേരുന്ന കാര്യങ്ങളെല്ലാം ദൈവനിയോഗമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ 20 പേരും ഇതിന്റെ നെടുന്തോണായിട്ട്, ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സാറ് ചോദിക്കപ്പെടും വേറെ ഇവിടെ എത്ര സയൻസ് അധ്യാപകരുണ്ട്, ഞാൻ പറഞ്ഞത് ഈ നിൽക്കുന്നവർക്ക് സാറാണ്. സന്തോഷമാണ്. ഇവിടെ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ നിങ്ങളൊക്കെ അറിയുന്നതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൂട്ടായി ചില പ്രവർത്തന പരിപാടികളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത്തരം പരിപാടികളിലൊക്കെ ലീഡിംഗ് റോളിൽ ഈ നിയോജകമണ്ഡലത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ. ആ നിലയിൽ ഈ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള മഹത്തായ ഒരു സേവനമാണ് നമ്മുടെ ഈ കോളേജിലൂടെ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും നമ്മുടെ നാടിനുമൊക്കെ ലഭിച്ചു വരുന്നത്. അതിലൊക്കെ നാട്ടുകാരനെന്ന നിലയിൽ, പ്രത്യേകിച്ച് ജനപ്രതിനിധി എന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന പരിപാടികളിലൊക്കെ അതിൻ്റെ നടത്തിപ്പിലും സംഘാടനത്തിലും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യൊപ്പുണ്ടായിരുന്നു, നിങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു PKM കോളേജിൻ്റെ മാത്രമല്ല നമ്മുടെ മലയോരത്തെ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റത്തിലെ ഒരു നാഴികക്കല്ലായി, ലളിതമെന്ന് ചെറുതെന്ന് ഇപ്പോൾ തോന്നുമെങ്കിലും ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും കൂടെ ഇവിടെ രൂപപ്പെടുന്ന, ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതി ഈ നാടിന് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ, മാറ്റങ്ങൾ എല്ലാം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് അതിനുവേണ്ടി അദ്ദേഹം സന്നദ്ധനായിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്താൻ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ എടുത്തിട്ടുള്ള ആ എഫേർട്സ്, ആ ഒരു ധൈര്യം, അതിനെ ഞാൻ പ്രത്യേകമായി വിലമതിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഈ കോളേജിൽ ഈ സംവിധാനങ്ങൾ ഇവിടെ നടപ്പിലാക്കുമ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങൾ ചെയ്യാൻ, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇത് ഈ കോളേജിന് വേണ്ടി മാത്രമല്ല വരുന്ന ആളുകളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സ്കൂളുകളിൽ നിന്നുള്ള തൽപരരായ കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതൊരു സയൻസ് പാർക്ക് പോലെ ഈ ഒരു സ്റ്റെം എഡ്യൂക്കേഷൻ ഭാഗത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ രൂപപ്പെടുത്തുന്ന ഈ സ്ഥാപനം മറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് നേരിട്ട് വന്ന് അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന ഒരു കാലമാണ് എൻ്റെ മനസ്സിലുള്ളത്, എൻ്റെ സ്വപ്നത്തിലുള്ളത്. ഈ BEd കോളേജിലേക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും മിടുക്കരായ കുട്ടികൾ കടന്നു വരുന്ന ആ നല്ല സുന്ദര ദിനങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും മഹത്തായ ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും രചനാത്മകമായിട്ടുള്ള ഈ മഹത്തായ സംരംഭം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അതുപോലെ നമ്മുടെ കോളേജിനെ സെൻറ്റർ ഫോർ സ്റ്റെം എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് എന്ന ഈ സെൻറ്റർ ഔപചാരികമായി തുടക്കം കുറിക്കുന്നതായി
ഇവിടെ ആരംഭിക്കുന്ന സ്റ്റെം അറ്റ് സ്കൂൾസ് എന്ന നമ്മുടെ പദ്ധതി പ്രൊജക്റ്റ് സ്കൂളുകളിലൂടെ വ്യാപൃതമാകുന്ന ഈ മഹത്തായ പദ്ധതിയുടെ ലോഞ്ചിങ് കൂടി ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ട് തീരുമാനിക്കുന്നവരല്ലേ? ആ 3.5 കോടിയിൽ 140 പേരാണ്. കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും ടോപ്പ് പെർഫോം ചെയ്യുന്ന ഒരു 10 പേര് ഏറ്റവും മണ്ഡലത്തിൽ ആക്റ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് 10 മണ്ഡലങ്ങൾ നോക്കിയാൽ അതൊരു 200 ആണ്. നിങ്ങൾ എല്ലാ ദിവസവും പേപ്പറിന്റെ സെക്കൻഡ് പേജ്, തേർഡ് പേജ്, ഫസ്റ്റ് പേജ് നോക്കിയോ, അതിൽ 2 ഫോട്ടോ. ആ ടൂൾ വന്ന് ഓരോ പോയിന്റ് ടച്ച് ചെയ്തിട്ട് ബെഡ് ലെവൽ സെറ്റ് ചെയ്യും. ഇതിനകത്ത് ഇവിടെ ഇപ്പോൾ 65 ഡിഗ്രിയിലേക്ക് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഇത് ഹീറ്ററിൻ്റെ അതിൻ്റെ നോസിൻ്റെ ടെമ്പറേച്ചറാണ് 178 255 എത്തുന്നത്. കൈവക്കി കണ്ടോ? കാണുന്നുണ്ട്. ചേർന്നൊരു മെറ്റലിന്റെ പാർട്ടിക്കുള്ള ക്രിസ്റ്റൽ ഉണ്ട്. IC സാധനം ചെയ്യുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടർ അറിയില്ല എന്ത് സാധനം അപ്പുറത്ത് കണക്ക് വെച്ചത്. ആ സിസ്റ്റം ഇങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. നമ്മളെ പഠിപ്പിച്ചു, നമ്മളെ പഠിച്ചു, പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അതേസമയത്ത് നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യണം. ആ പ്രോജക്റ്റ് കുറച്ച് വാല്യൂസ് ഡാറ്റ കളക്ട് ചെയ്യണം. അതിനെ മാത്രമായിട്ടുള്ള റെപ്രസെന്റ് ചെയ്യണം. എന്നിട്ടാണ് സൊല്യൂഷൻ. സീരിയൽ ഉണ്ടാവില്ല. എന്തെങ്കിലും ഡാറ്റ മെമ്മറിയിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് ബാക്കി പഠിക്കുന്നതാണ്. അല്ല, അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷൻ കൊടുത്താൽ സീരിയൽ ഡാറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യും.